കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയതിന് പ്രധാനാധ്യാപികയെ തടഞ്ഞതിൽ സ്കൂൾ മാനേജർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് DDEയുടെ റിപ്പോർട്ട്. KER ചട്ടങ്ങളുടെ ലംഘനമാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ മാത്രം നടപടിയെടുത്തത് ദുരൂഹമാണെന്ന് അധ്യാപിക സിന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൊട്ടാരക്കര പോലീസ് എടുത്ത FIR ദുർബലമെന്നാണ് അധ്യാപിക സിന്ധു S. നായർ പറയുന്നത്. മാനേജറെ മാത്രം പ്രതി ചേർക്കാത്തത് ദുരൂഹമാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പുറത്താക്കി പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്കൂളിൽ ജോലി ചെയ്യാൻ ഭയമാണെന്നും അധ്യാപിക സിന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശശാങ്കന് ഇവിടെ മാനേജർ നിയമിച്ചേക്കുന്ന ഒരാളാണ്, ഞങ്ങളുടെ പെർമനന്റ് സ്റ്റാഫ് അല്ല. ഇങ്ങനൊരു അറസ്റ്റ് നടത്തിയത് കൊണ്ട് അതൊരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. മാനേജറെ പ്രതി ചേർത്തിട്ടില്ല. ഞാൻ സംശയിക്കുന്നു, നീതി കിട്ടത്തില്ല. ഇപ്പോഴെനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ. മാനേജർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും സിന്ധു S. നായർ പറയുന്നു. സ്കൂൾ മാനേജർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് DEOയുടെ കണ്ടെത്തൽ. KER ചട്ടങ്ങളുടെ ലംഘനമാണുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.